ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്ന് എന്താ വന്നിരിക്കുന്നത് ചക്രോ? ഇന്ന് നമ്മൾ ഒരു പുതിയൊരു സാധനം വീട്ടിലോട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടി എന്നിട്ട് നമ്മള് പരീക്ഷണം നടത്തുക. ഇതാണ് നമ്മുടെ ഉദ്ദേശം. എന്താ സാധനം? ഈ സാധനമാണ്. ഇത് ഫിലിപ്സിന്റെ എയർ ഫ്രയർ. നമ്മൾ കുറെ നാളായിട്ട് എയർ ഫ്രയർ അല്ലെങ്കിൽ മൈക്രോവേവ് എന്തെങ്കിലും വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. വിചാരം മാത്രമേ ഉള്ളൂ, ഒന്നും വാങ്ങാനുണ്ടായില്ല. നമ്മൾ ഇടയ്ക്ക് കുറെ റിസർച്ച് ചെയ്തപ്പം എന്നും ഡെയിലി ഉപയോഗിക്കുന്ന നല്ലതല്ല, അല്ലെങ്കിൽ എയർ ഫ്രയർ ഉപയോഗിച്ചാൽ കുറെ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ വിചാരിച്ചു എണ്ണ പൊരിക്കുന്ന സാധനങ്ങളൊക്കെ കുറയ്ക്കാം, അങ്ങനെ. പക്ഷെ അത് നടക്കുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ചു ഉള്ളതിൽ വേഗം എന്നെങ്കിലും കുറച്ച് കുറയ്ക്കാം എന്നുള്ള രീതിയിൽ എയർ ഫ്രയർ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് നമ്മൾ എയർ ഫ്രയർ വാങ്ങിയത്. വാങ്ങിച്ചിട്ടുള്ളൂ, നമ്മൾ ഇന്ന് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിൽ പലതും ചെയ്യണ്ടേ. ഇതില് നമുക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചോണ്ട് ഇതിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞൂടാ. ഇതിൽ എങ്ങനെ വെക്കണം, എത്ര ടൈം വെക്കണം, ഓരോ ഫുഡ് അറിഞ്ഞൂടാ. അപ്പൊ അതിന്റെയൊക്കെ ഒരു കുഴപ്പമുണ്ടാവും. അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി. പിന്നെ ഇതില് തന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ആപ്പിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. ലൈക്ക് ഇവരുടെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാല് അതിൽ കുറെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അതിന് ഓരോരോ ഇത് എത്ര നേരം വെക്കണം, ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണം, എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെയുള്ള 20 മിനിറ്റ് റെസിപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നാണ് വിചാരിച്ചത്. പിന്നെ സത്യത്തിൽ എന്താന്ന് വെച്ചാല് നമ്മൾ മറ്റേ ലെസാനിയുടെ വീഡിയോ ചെയ്തില്ലേ, അന്ന് എയർ ഫെയർ അല്ലെങ്കിൽ മൈക്രോവേവ് ഓവൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അന്ന് നമ്മൾ വാങ്ങണം വെച്ച് പിന്നെ വേണ്ട ഇതിങ്ങനെ ചെയ്യാം എന്നുള്ളത്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേക്ക് ഉണ്ടാക്കാറുണ്ട്. നമ്മൾ റാഗി കേക്ക് ഉണ്ടാക്കിയ ഒരു റെസിപ്പി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. അപ്പൊ നമ്മൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിൽ വെക്കാനുള്ള പാത്രമൊക്കെ മേടിച്ചു. പാത്രം ആവശ്യമില്ല ആക്ച്വലി, ഇതിന്റെ ട്രേ ആവശ്യമില്ല ശരിക്കും. ഇങ്ങനെ ഇതിപ്പോ നമ്മൾ വാങ്ങിച്ചതാണ്. ഇത് നമ്മളിപ്പം വാങ്ങിയ പാത്രമാണ്. ഇത് മറ്റേ മൈക്രോവേവിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ബൊറോസിൽ പാത്രം ഒരെണ്ണം വാങ്ങി. ഇതിന്റെ ആവശ്യമില്ല ശരിക്കും. ആൾക്കാർ കൂടുതലും ഇങ്ങനെ ട്രേ തന്നെയാണ് വെക്കാറ്. പക്ഷേ ഇതിങ്ങനെ നമുക്ക് ഇതില് ഇടയ്ക്ക് മാറ്റാൻ പറ്റും. പിന്നെ സുഖമായിട്ട് കഴുകാൻ പറ്റും. പിന്നെ കഴുകുമ്പോ എന്ത് ശ്രദ്ധിക്കണം ചക്രു? സ്ക്രബ്ബർ കൂടുതൽ ഉപയോഗിക്കാതിരിക്കും. പിന്നെ എന്താ, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഫിലിപ്സിന്റെ 3000 സീരീസിൽ വരുന്ന മോഡലാണ്. 4.1 ലിറ്റർ ആണ് കപ്പാസിറ്റി വരുന്നത്. റാപ്പിഡ് എയർ ടെക്നോളജിയാണ് വരുന്നത്. അത് ഇതിന്റെ അടിയിൽ ഇങ്ങനെ മറ്റൊരു സാധനമൊക്കെ ഉണ്ട്. അതായത് ഇതിന്റെ അടിയിൽ ഇങ്ങനെ കണ്ടോ, ഇതിനകത്ത് എയർ ട്രാപ്പ് ആയിട്ട് ഇതിലിങ്ങനെ അത് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിക്ക്. അങ്ങനെ ഇത് ഡിജിറ്റലാണ്. നമ്മളിന്ന് എടുത്തിരിക്കുന്നത് എന്താണ്? 2 ചിക്കൻ കാല്. എല്ലാരും മസാലയൊക്കെ തേച്ചിരിക്കുന്നത് ചക്രുവിന്റെ വകയാണ്. എല്ലാരും എയർ ഫ്രയർ വാങ്ങിട്ട് ആദ്യം ചിക്കൻ ആയിരിക്കും. അപ്പൊ നമ്മളും അത് തെറ്റിച്ചില്ല. ഇത് നമ്മളിപ്പം അൽഫാം മസാലയാണ് തേച്ചിരുന്നത്. നമ്മൾ തേച്ച് വെച്ചു, ഒരു 2-3 മണിക്കൂർ തേച്ച് വെച്ചു. നമ്മള് ശരിക്കും നമുക്ക് കുറച്ചുകൂടെ വലുതൊക്കെ എടുക്കായിരുന്നു, പക്ഷെ ആദ്യമായിട്ടായതുകൊണ്ട് നമുക്ക് പേടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറുത് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ തേച്ച് വെച്ചിട്ട് എത്ര, 3 മണിക്കൂറോ 4 മണിക്കൂറായി. എന്തായാലും മസാല പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ്, കാരണം നമ്മൾ എണ്ണയിൽ ഇട്ടൊന്നും വറക്കണില്ല. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് നമുക്ക് പിടിക്കോ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ ആദ്യമേ. അപ്പൊ ചിക്കൻ നമുക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടും. മസാല എന്തുവാ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, പെരുംജീരകം, പിന്നെ ഒരു സവാള ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി, ഗരം മസാല, കുറച്ചൊരു നുള്ളു ഗരം മസാല ഇട്ടു, അത്രേ ഉള്ളൂ. ഇത് വെച്ചിട്ട് ഇനിയിപ്പോ നമ്മളിത് ആവട്ടെ. കുക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഈ സാധനം പ്രീ ഹീറ്റ് ചെയ്യണം. 5 മിനിറ്റ് നേരം. ആദ്യം സാധാ 180 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ 5 മിനിറ്റ് നേരം പിന്നെ നമുക്ക് കൂട്ടാം. അപ്പൊ നമുക്ക് ഓണാക്കാം. അതെ, ഇത് ഡിജിറ്റലാണ്. ഇതില് പവർ ഓണായി വന്നു. ഇതില് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തു. നമ്മൾ ടൈം സെറ്റ് ചെയ്യാൻ പോകണം. 1 2 3 4 5 ടൈം സെറ്റ് ചെയ്തു. പ്ലേ കൊടുത്തു കഴിഞ്ഞാല് സൗണ്ട് വെക്കും. ഇപ്പൊ ഓണായിട്ടുണ്ട്. ഇപ്പൊ ഇത് 5 180 ഇങ്ങനെ വരും, മാറി മാറി. ഇത് പ്രീ ഹീറ്റ് ആയിട്ട് വരട്ടെ. പറ്റല്ലേ എന്നിട്ടല്ലേ നമ്മൾ വെക്കുള്ളൂ. അതെ. പിന്നെ നമ്മൾ 2 ടൈപ്പ് അൽഫാം ഉണ്ടാക്കണം. ഒന്ന് നോർമല്, ഒന്ന് ഹണി ചില്ലി. എനിക്ക് ഹണി ചില്ലി ഇഷ്ടമില്ലാത്തോണ്ട് എനിക്ക് ഹണി ചില്ലിയും കുഞ്ഞു നോർമൽ അൽഫാം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ബാക്കി എന്താ ചക്രു? പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇറക്കി വെക്കാം. നെല്ലിട്ടോ, നല്ല ചൂടുണ്ട്.
ഒന്ന് ആ മസാലയൊക്കെ ഇങ്ങോട്ട് തേക്കും മതി. 2. ഇനി നമ്മളിത് വെക്കണ്ടേ? ടിപ്പിക്കൽ മലയാളി ആറ്റിറ്റ്യൂഡ്. മസാല വേസ്റ്റ് ആക്കാൻ താല്പര്യമില്ല. കൈ പൊള്ളുണ്ടോ? നല്ല ചൂടുണ്ട്, ശ്രദ്ധിക്കണേ. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും ചെക്കന് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സാധനങ്ങൾ പൊരിക്കുക. അതെ, ഓഫ് കോഴ്സ്. അപ്പൊ ഇതിന് നമുക്ക് 10 മിനിറ്റ് നേരത്തേക്ക് വെക്കാം. 90 ഡിഗ്രിയിൽ. അതെ, നമുക്കിത് വെക്കാം. കാണാണ്ടോ? കാണാണ്ട്. വെക്കട്ടെ? എന്നിട്ട് നമ്മള് ഡിഗ്രി സെലക്ട് ചെയ്യാതെ. അതെ, വെച്ചു. അടഞ്ഞു. ഓക്കെ ആയി. നമ്മൾ ഡിഗ്രി സെലക്ട് ചെയ്യുന്നു. 185, 190. നമ്മൾ 10 മിനിറ്റ് നേരം വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 3, 4, 5, 6, 7, 8, 9. നല്ല ചെക്ക്. ചക്ര ഇങ്ങനെ ഞെക്കല്ലേടാ. ഓണാക്കും. സൗണ്ട് വരെ നിക്ക്. ഞാൻ പിടിച്ച് ചെക്ക് വിട്ടാണ്. 10 മിനിറ്റ് നേരമായി. ഇനി നമുക്ക് ആ ടൈം അതില് ചക്രുവിന് എനിക്ക് സാധാ ചിക്കനും എനിക്ക് സാധാ ചിക്കൻ ഫ്രൈയും ചക്രുവിന് ഹണി അൽഫാം ചിക്കൻ എനിക്ക് ഒരെണ്ണം സാധാ, ചക്രുവിന് ഹണി ചില്ലി അൽഫാം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് അതിന്റെ ടേസ്റ്റ് കുഴപ്പമില്ല, പക്ഷെ വീട്ടിലുണ്ടാക്കണോണ്ട് എനിക്കൊരു പേടി, പുറത്താണോ എനിക്ക്. ഓക്കെ, അപ്പൊ രണ്ടും നമുക്ക് ടേസ്റ്റ് ചെയ്യാലോ, ഏതാണ് ടേസ്റ്റ്. അപ്പൊ നീ അതിനുള്ള മസാലയൊക്കെ ഉണ്ടാക്കിയോ? എന്നിട്ട് നമ്മൾ 10 മിനിറ്റ് കഴിയുമ്പോൾ മസാല ചെയ്യുമ്പോൾ ചിലർ മറ്റേ പുതിനയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്യും. കുറച്ചുകൂടി ഒരു ഫ്ലേവർ വരും. അത് നല്ല നീനും സോസ് ഒക്കെ ഉണ്ടാക്കിക്കും. ഇത് 10 മിനിറ്റ് കഴിയുമ്പോൾ അത് തുറന്നിട്ട് നമ്മൾ തേച്ചിട്ട് വീണ്ടും 10 മിനിറ്റ് വെക്കും. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സലാഡ് അടിച്ചപ്പോ നമ്മൾ ഇതെടുക്കട്ടെ. മെല്ലെ 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 അടികൂടെ സപ്പോർട്ട് ചെയ്യണേ. ക്ലിയർ. പകുതിയോളം ആയിട്ടുണ്ടെന്ന് പറയാം അല്ലേ? എന്താ തോന്നുന്നത് നിനക്ക്? കുഴപ്പമില്ല. നീ ചക്രുവിന്റെ ഹണി മാത്രം, ചക്രുത ഹണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചക്രുന്റെ മാത്രമേ തേക്കാവേ. എന്റെ തേക്കിട്ടാ അവസാനം നോക്കിക്കോ. ഹണി ചില്ലി ആയിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയൊന്നുമില്ല, എന്റെ അൽഫാം ആയിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ ഭംഗിയാക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അതെ അതെ, ഇത് കൊള്ളാമെങ്കിൽ ഇത് ഞാൻ എടുക്കാം. ഞാൻ അധികം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല, കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. നമ്മൾ തേക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മൾ തേച്ചിട്ടുണ്ട്. ഒരെണ്ണത്തില് തേച്ചു, മറ്റേതില് മുട്ടിയപ്പായതാണ്, തട്ടിയപ്പായി. അപ്പൊ ഇതിനി നമ്മളൊരു 15 മിനിറ്റ് കൂടെ വെക്കാൻ തോന്നുന്നു. 190 തന്നെയല്ലേ വെക്കണേ? 190 തന്നെ. എല്ലാം നോക്കട്ടെ. സൈഡ് വെച്ചാ ഓക്കെ. ഇനി ടൈം സെറ്റ് ചെയ്യൂ. ടെമ്പറേച്ചർ കറക്റ്റ് ആയിരിക്കുമല്ലോ? ടെമ്പറേച്ചർ 185, 190, 15 മതിയോ? അപ്ലൈ ഓണാക്കട്ടെ. ഓക്കെ, ഇനി ഇത് 15 മിനിറ്റ് 190 വെക്കട്ടെ. എങ്ങനെ ഉണ്ടാവും? നിനക്ക് തോന്നണം എങ്ങനെയാ? നന്നായിരിക്കോ? പിന്നെ എണ്ണയിൽ വറുത്ത പോലെ ഇരിക്കോ? എണ്ണയിൽ വറുത്ത പോലെ ഉണ്ടല്ലോ. ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും അറിയാം. ഒരു അതാണ് ക്യൂരിയോസിറ്റി. ഏകദേശം നിമിഷങ്ങൾക്കകം നമ്മുടെ അൽഫാം തയ്യാറാകുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ. അലാറം അടിച്ച് ഓഫ് ആക്കട്ടെ. ഇതാ അടയാളപ്പെടുത്തുക കാലമേ. അൽഫാം കാണാൻ രസമുണ്ട്. വെല്ല ഇടയിട്ട പ്ലേറ്റിക്ക് ആ സ്പൂൺ ഉപയോഗിക്കാവോ ചക്രു? കുഴപ്പമില്ലല്ലോ. ഇതില് മുട്ടിക്കാൻ പാടില്ല. ജസ്റ്റ് ഇത് എടുക്കുന്നതെന്നുള്ളതുകൊണ്ട് കാണൂ ഗയ്സ്, കണ്ടോ? ഇതിൽ ഏതാ ഹണി ചിക്കൻ? അതാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. ഇത് ഹണി ചില്ലി. ഇത് തിന്നും ഇത് ഹണി ഉണ്ട് കണ്ടോ? ഇത് അത് മറ്റത് കരിഞ്ഞതല്ല, പുറന്തോട്. കറക്റ്റ് തോന്നുന്നു. നമുക്ക് ഇനി നോക്കാം ഇത് എങ്ങനെയുണ്ട്. കടയിൽ നിന്ന് വാങ്ങാൻ നല്ല ചൂടുണ്ടാവും, വായ പൊള്ളും. മെല്ലെ നമുക്ക് ഇത് 1 മിനിറ്റ് കേട്ടോ ഇതാക്കിട്ട് പറ്റും. കടയിൽ നിന്ന് വാങ്ങണ പോലെ ഉണ്ടാവില്ല. മറ്റേത് തീമയല്ലേ, എണ്ണയിൽ വറുത്തതിലും വ്യത്യാസം ഉണ്ടോ നോക്കാം. തിന്നോട്ടെ. കാണാനൊക്കെ നല്ല ലുക്ക് ആയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും, അത് മെല്ലെ നീ ആ സ്പൂണും കൊണ്ട് പൊട്ടിക്കേണ്ടി വരും സൈഡ്. എങ്ങനെ ഉണ്ടാവൂടാ? നല്ല ചൂടുണ്ട്. ചൂടില്ല ചക്രു? ചൂടുണ്ട് കുറച്ച്. ആവി പോണ്. പക്ഷെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. പൊള്ളാണോ ചൂടാണോ? കഴിച്ചു നോക്കൂ. നോർമൽ അൽഫാം ഇപ്പടി ഇരിക്കേ. നല്ലോണം വെന്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? എനിക്ക് വ്യത്യാസമൊന്നും തോന്നില്ല. കഴിച്ചോട്ടെ.
അടിപൊളി. അടിപൊളി ശരിക്കും. എനിക്ക് വ്യത്യാസം തോന്നില്ല. എനിക്കിത് കുറച്ച് തരുമോ മമ്മി? ഇത് കൊള്ളാടാ. ഇച്ചിരി എരിവുണ്ട് കേട്ടോ. നമ്മള് ചക്ക മസാല തേച്ചിട്ട് ലേശം എരിവുണ്ട്. കുറച്ച് കഴിച്ച് നോക്കിട്ട് മതിയോ? ഹണിച്ചിരി കൊള്ളാം. ഹണിയും സ്വീറ്റ്നെസ്സും കെച്ചപ്പും പിന്നെ ചില്ലി ഫ്ലേക്സ് പിന്നെ കുറച്ച് സൺഫ്ലവർ എല്ലാം കൂടെ കൂട്ടിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. അത്രേ ഉള്ളൂ. കൊള്ളാട്ടോ. വീട്ടില് എയർ ഫെയർ ഉള്ളത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ നമ്മളോട്. കൊള്ളാടോ, ടേസ്റ്റ് ഉണ്ട്. ഇച്ചിരി എരിവ് കൂടിയത് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല നമുക്ക് എണ്ണയുടെ വ്യത്യാസം തോന്നുന്നുണ്ടോ? എണ്ണയിൽ എനിക്ക് വ്യത്യാസം തോന്നിയില്ല കേട്ടോ. മതി. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഫിനിഷ് ചെയ്യട്ടെ. ഓക്കെ, നമ്മുടെ ഈ അൽഫാം എയർ ഫ്രയർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ റെസിപ്പീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും. നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാൻ മതി. എല്ലാവരും നന്നായിരിക്കട്ടെ.